ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക് രാജിവെച്ചിരിക്കുകയാണ്. കെയർ സ്റ്റാർമർ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഇതേപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് മൂന്നാമൻ രാജാവിനാണ് ഋഷി സുനക് തന്റെ രാജിക്കത്ത് കൈമാറിയത്. കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനത്ത് നിന്നും സുനക് ഒഴിഞ്ഞു. 14 വർഷമായി ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ കെയർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി വൻ വിജയമായിരുന്നു നേടിയത്. ഋഷി സുനക്കിനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ അറിയാം. UK-യിലെ ആദ്യ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രിയാണ് ഋഷി സുനക്. ബ്രിട്ടന്റെ 57ാം പ്രധാനമന്ത്രിയാണ് ഋഷി സുനക് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന വെള്ളക്കാരനല്ലാത്ത ആദ്യ വ്യക്തി, ആദ്യ ഏഷ്യൻ വംശജൻ, ആദ്യ ഹിന്ദു മതവിശ്വാസി, ആധുനിക ബ്രിട്ടന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന നേട്ടത്തോടെയാണ് സുനക് പടിയിറങ്ങിയത്. 2022 ഒക്ടോബറിൽ പ്രധാനമന്ത്രി ലിസ് ട്രസ് രാജിവെച്ചതിന് പിന്നാലെയാണ് സുനക് പ്രധാനമന്ത്രിയാകുന്നത്. 210 വർഷത്തിനിടെ ഏറ്റവും പ്രായം കുറഞ്ഞ വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രിയാണെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ കുടുംബ വേരുകളുള്ള ഋഷി സുനക്കിന്റെ ഭാര്യ, സംരംഭകയും ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി, അതുപോലെ എഴുത്തുകാരി സുധാമൂർത്തി എന്നിവരുടെ മകളുമായ അക്ഷത മൂർത്തിയാണ്. കുറെ പേർക്കെങ്കിലും ഈ ഒരു കാര്യം അറിയുന്നതായിരിക്കും. 2015-ലാണ് ഋഷി സുനക് പാർലമെന്റിലെത്തിയത്. ഋഷി സുനക്കിന്റെ സർക്കാരിന് 2025 ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും സുനക് അപ്രതീക്ഷിതമായി ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. ബോറിസ് ജോൺസൺ രാജിവെച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിനെ പരാജയപ്പെടുത്തിയാണ് ലിസ് ട്രസ് പ്രധാനമന്ത്രിയായത്. എന്നാൽ 44 ദിവസത്തിന് ശേഷം ലിസ് ട്രസ് രാജിവെക്കേണ്ടി വന്നു. പാർട്ടി രാഷ്ട്രീയമായും രാജ്യം സാമ്പത്തികമായും ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഋഷി സുനക് നേതൃത്വം ഏറ്റെടുത്തത്. ബ്രിട്ടനിലെ അധികാര രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കെയർ സ്റ്റാർമർ ലേബർ പാർട്ടി നേതാവും 2020 ഏപ്രിൽ മുതൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമാണ്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും മുൻപ് പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് 2008 മുതൽ 2023 വരെ ക്രൗൺ പ്രോസിക്യൂഷൻ തലവൻ തുടങ്ങിയ ചുമതലകൾ ഇദ്ദേഹം വഹിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള ഒരു പുത്തൻ തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള താൽപര്യം കെയർ സ്റ്റാർമർ തന്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. കാശ്മീർ വിഷയത്തിൽ ലേബർ പാർട്ടിയുടെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇടപെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. വിദ്യാഭ്യാസം, കാലാവസ്ഥ വ്യതിയാനം, സുരക്ഷ, സാങ്കേതിക മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള പുതിയ തന്ത്രപരമായ പങ്കാളിത്തവും സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള സഹകരണവും ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്, അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയായിട്ട് കെയർ സ്റ്റാർമർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനെപ്പറ്റി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ARA 247 മലയാളത്തിൽ
കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു പവർ പാക്ക് അങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ് മാത്രമല്ല റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, ഇ ബുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് അഡ 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കേരള ഹൈക്കോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോറിൽ പോവുക, കേരള ഹൈക്കോർട്ട് എന്നുള്ള ഓപ്ഷൻ, അതിൽ ഇതുപോലെ ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അതിൽ ബൈ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിലുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നതിന് പകരം എൻ്റർ കൂപ്പൺ കോഡ് കൊടുത്തിട്ട് Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം, അതിൽ ഓഫർ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട്, ഇപ്പോഴാണെങ്കിൽ 27% ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക്